നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് ഏറെ വാദപ്രതിവാദങ്ങളുണ്ടാക്കിയ വിഷയം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ തീരുമാനിച്ചു എന്നതാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം സർക്കാരിന് തിരിച്ചടിയാവാനും മതിയായ ഒന്നാണ്. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള തീരുമാനം എടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഈ ആവശ്യം ബാറുടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു, ഇത് ഏകീകരിക്കണം എന്നും. പക്ഷെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൌർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ തീരുമാനിച്ച കാര്യം പ്രതിപക്ഷത്തിനും അറിയാമായിരുന്നു എന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം, പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. സംസ്ഥാനത്തെ ബാറുകളുടെ സമയം ഏകീകരിക്കാൻ ശ്രമം നടക്കുന്നു എന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ഗവൺമെന്റുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല. മന്ത്രി അടുത്ത കാലത്തൊന്നും തന്നെ ഒരു ഫോൺ കൂടി വിളിച്ചിട്ടില്ലെന്നും ബാർ സമയം മാറ്റുന്നതിൽ ഗവൺമെന്റുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല. ഒരു ഫോൺ പോലും, വേറൊരു ആവശ്യത്തിന് പോലും എന്നെ ലോ മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവിടുത്തെ ക്യാൻസർ സെന്റർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ. ഈ മന്ത്രി അടുത്ത കാലത്തെങ്കിലും ഒരു ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. നിയമസഭയിലും എന്നോട് സംസാരിച്ചിട്ടില്ല. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയണമെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ഇത് പുതിയ തീരുമാനമല്ലെന്നും ടൂറിസം കേന്ദ്രങ്ങളിലുള്ള ബാറുകൾക്ക് നിലവിലുള്ള ഇളവ് മറ്റു ബാറുകൾക്ക് കൂടി നടപ്പാക്കിക്കൊണ്ട് സമയം ഏകീകരിച്ചതാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം 10 മുതൽ 12 വരെയാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ സമയക്രമമാണുള്ളത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വന്നത്, എല്ലാ ബാറുകളുടെയും ലൈസൻസ് ഫീസ് 35 ലക്ഷം രൂപയാണ്. അത് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അല്ലെങ്കിലും. അഴിമതിയുടെ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ട് എന്നതിന്റെ തെളിവ് എന്നായിരുന്നു ബാർ സമയം കൂട്ടിയതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന മുദ്രാവാക്യമുയർത്തി അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. LDF വരും, എല്ലാം ശരിയാകും. മുഖ്യമന്ത്രി തന്നെ ഫയൽ നേരിട്ട് വിളിച്ച് അതിവേഗത്തിലായിരുന്നു നടപടി എന്നാണ് വാർത്തകൾ. സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ലക്ഷക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ബാർ സമയം ഉയർത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പിന്നിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. LDF കൺവീനർ പോലും ബാർ സമയം മാറ്റം അറിഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തെ പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നാണ് KPCC സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. യാതൊരു പിന്തുണയും ഇക്കാര്യത്തിൽ ഇല്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഞാൻ പറയുന്നത്, ഈ സമയത്ത് പെട്ടെന്ന് ഒരു ആലോചനയില്ലാതെ, ആരുമായിട്ട് ആലോചിക്കാതെ, മന്ത്രിസഭയിൽ പോലും വയ്ക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്താണ്? ന്യായമായ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാമല്ലോ. നമ്മളോട് സംസാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സമയക്രമത്തിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലത്ത് സമയം കൂട്ടി കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കി. ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇത് എല്ലായിടത്തും ചെയ്തിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ടൂറിസം പ്ലേസാന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൂട്ടി അന്ന് തന്നെ ആരോപണം വന്നു. അത് ഞാൻ രാവിലെ പറഞ്ഞു. ടൂറിസം സ്ഥലങ്ങൾ തന്നെ ടൂറിസം സെന്ററാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്ന് ആക്ഷേപം വന്നു. അവർക്ക് ബാറിന് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തതെന്നുള്ള ആരോപണം.